കട്ടപ്പന വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിശാ ബോർഡ് സ്ഥാപിച്ചു ബിജെപി വള്ളക്കടവ് മേഖലാ കമ്മിറ്റി. ബോർഡ് സ്ഥാപിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി പ്രവർത്തകർ ബോർഡ് സ്ഥാപിച്ചത്. കട്ടപ്പന വാഴവരിയിൽ പ്രവർത്തിക്കുന്ന അർബൻ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്ററാണ് വള്ളക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച ആരോഗ്യ കേന്ദ്രം നഗരസഭയിൽ ആരംഭിച്ചിട്ട് നാളുകളായി. നഗരസഭയിൽ വള്ളക്കടവ്, നത്തുകല്ല്, പാറക്കടവ് എന്നിവിടങ്ങളിലാണ് വെൽനസ് സെന്ററുകൾ എന്ന പേരിൽ സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. വള്ളക്കടവിൽ നിന്ന് 500 മീറ്ററിൽ കൂടുതൽ ദൂരെയായതിനാൽ സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള ഗവൺമെൻറ് ആരോഗ്യ മേഖലയെ അവഗണിക്കുമ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിച്ച വലിയ ഹോസ്പിറ്റലാണ് വാഴവരയിലുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രമെന്ന നിലയിൽ വാഴവരയിൽ പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ 2 സബ് സെൻ്ററുകൾ, ഒന്ന് വള്ളക്കടവിലും മറ്റൊന്ന് നത്തുകല്ലിലും, ഇനി ഒരെണ്ണം, മൂന്നാമതൊരെണ്ണം പാറക്കടവിലും വരികയാണ്. ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷേമം മാത്രം നോക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ നടത്തിപ്പ് ചുമതലയുള്ള മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ കാലം അത്രയും 9 വർഷമായി വാഴവരയിൽ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പോലും ഇഴയുന്ന അവസ്ഥയിലാണിപ്പോൾ. പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയുവാനുള്ളത്. ബോർഡ് സ്ഥാപിക്കുന്നതിനായി നഗരസഭയിൽ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഇതിന് നടപടി ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മുനിസിപ്പാലിറ്റി ബോർഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് 6000 രൂപ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ, ഈ 2 വാർഡിലെയും തൊട്ടടുത്ത മെമ്പർമാർ വേണ്ട രീതിയിലുള്ള ശുഷ്കാന്തി എടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇതുപോലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്ഥാപനം ഇല്ലായ്മ വരുത്തി കളയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിജെപി കട്ടപ്പന മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് കിഴക്കേമുറി, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എം.എൻ. മോഹൻദാസ്, ഏരിയ സെക്രട്ടറി എം.എ. അനീഷ്, ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ എ.പി. രാജേന്ദ്രൻ, സുധീഷ്, ടോം തോമസ്, വണ്ടകത്തിൽ, മനോജ് പേഴത്തുമുട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം.